വീണ ജോർജിനെതിരായ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പിലെത്തിച്ചു. കോടതി ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ അനുവദിച്ചിരുന്നു. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, വലിയ വിവാദമായതാണ് ഇന്നിപ്പോൾ തെളിവെടുപ്പിലെത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കുന്നതിനിടയിൽ ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുകയും അത് പിന്നീട് ഈ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനുണ്ടായിട്ടുള്ള വധശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള കേസൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ആ വേളയിൽ 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് റെയിൽവേ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ 2 പേരെ ഇപ്പോൾ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായി 2 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കേസിലെ 5 പ്രതികളെയും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം എങ്ങനെയാണ് ഈ പ്രതികൾ ഇവിടത്തേക്ക് എത്തിയത് എന്ന കാര്യവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഈ ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നത് ഗൂഢാലോചന ഉൾപ്പെടെ ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ട്. വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധം വലിയ വിവാദമായതായിരുന്നു. ഇതിൽ അവർക്ക് പരിക്കേറ്റതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഈ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ KSU പ്രവർത്തകരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. തെളിവെടുപ്പ് നടത്തുന്നതിനായി 5 പേരെയാണ് ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്നത്. കോടതി ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ പ്രതികളെ അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തെളിവെടുപ്പിനായി 5 പേരെ KSU പ്രവർത്തകരെ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ ആണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അർജുൻ കല്യാട് തുടരുന്നുണ്ട്. അർജുൻ, തുടരാം. ശ്രുതി, അതായത് ഈ കേസിലെ 5 പേരെയാണ്, അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അതുൽ MC, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വിതുൽ തുടങ്ങിയിട്ടുള്ള 5 പേരാണ് ഈ കേസിന്റെ ഭാഗമായിട്ടുള്ളത്. അവരെ 5 പേരെയും ഇപ്പോൾ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസം ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഇവരെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. 2 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്നും നാളെയും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലും ഇതിന്റെ ഗൂഢാലോചന കണ്ടെത്തുന്നതും അതുപോലെ തന്നെ മന്ത്രിയെ ആക്രമിക്കാൻ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് ഈ ഇതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ടിന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടെ FIR ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആയുധം ഉൾപ്പെടെ എന്താണ് ഈ പ്രതികൾ ചെയ്തത് എന്ന കാര്യത്തിലൊക്കെ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ടി വരും. സ്വാഭാവികമായും അതിലൊക്കെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് 2 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായാണ് ഈ പ്രതികൾ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഈ പ്രതികൾ ഈ പറയുന്ന കേസിലുള്ള 5 KSU നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിനകത്താണുള്ളത്. ഇതിനുശേഷം ഈ പറയുന്ന കരിങ്കൊടി കാണിച്ച ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ കരിങ്കൊടി കാണിച്ച ഭാഗത്തേക്ക് എത്തി എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ പ്രതികളോട് ഉൾപ്പെടെ ചോദിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും പോലീസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നത് ഈ തരത്തിൽ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവർ എത്തിയ വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ പ്രതികൾ അകത്ത് കയറുമ്പോൾ മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ 2 ദിവസത്തെ തെളിവെടുപ്പിന്റെ ഭാഗമായി കസ്റ്റഡി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കേസിലെ 5 KSU പ്രതികളായിട്ടുള്ള 5 KSU നേതാക്കളെ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരിപ്പോൾ കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ അകത്താണുള്ളത്. ഭക്ഷണം ഉൾപ്പെടെ കഴിച്ചതിന് ശേഷം ഈ റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ കരിങ്കൊടി കാണിച്ച പ്രധാന എൻട്രൻസിന്റെ ഭാഗത്തേക്ക് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകും എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രതികളെ ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള 5 പേരെ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ച സമയത്ത് KSUവിന്റെ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള റിജിൽ മാക്കുത്തി, അതുപോലെ തന്നെ രാജീവൻ എളവ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കളോട്, അതായത് പ്രതിയേർക്കപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ പോലീസ് അത് ഇപ്പോൾ അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. അത് ഒരു ചെറിയ സംസാരത്തിന്, ഒരു ചെറിയ തർക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അത് ആ സമയത്ത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ആളുകളൊക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ അത്രയും ബന്ദോബസ്തിൽ
കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസ് മാത്രമല്ലേ ഇത്? അല്ലാതെ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധമുള്ള കേസുകളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ KSU നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരോട് കയർക്കുന്നു നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്തായാലും ഈ പ്രതികൾ, കേസിൽ പ്രതികളാക്കപ്പെട്ട 5 KSU നേതാക്കൾ ഇപ്പോൾ കണ്ണൂർ ഗവൺമെന്റ് റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ അകത്താണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവർ പുറത്തേക്ക് എത്തിച്ച് ഇവരെ ഈ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിക്കുകയും അവിടെ ഈ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. അർജുൻ, ഈ കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് വധശ്രമം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിന്റെ വാദമുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം ഈ കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ പേർക്ക് ഇതിൽ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളായിരുന്നു കോടതിയിൽ വാദിച്ചിരുന്നത്. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു അന്വേഷണവും കാര്യങ്ങളും ഉണ്ടോ? ഒപ്പം ഇവരെ ഇനി നമുക്കറിയാം ചിലയിടങ്ങൾ മറ്റു ചില സ്ഥലങ്ങളിലും പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടേക്കും തെളിവെടുപ്പ് ഉണ്ടാകുമോ? ശ്രുതി, അതായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ പ്രതികൾ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ പ്രതികൾ ഒറ്റയ്ക്ക്, അതായത് ഈ 5 പേർ മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ് എന്ന് കരുതുന്നില്ല. ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ പ്രതികളെ ഇവിടത്തേക്ക് എത്തിച്ചതാരാണ്? ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മറ്റു പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ ഇവരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റ് CCTV ദൃശ്യങ്ങൾ ഇവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രതികൾ കടന്നു വന്ന ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ, കടന്നു വന്ന ആ ഭാഗത്തുള്ള മറ്റ് തെളിവുകൾ ശേഖരിക്കുക, ആയുധം ഉൾപ്പെടെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് കണ്ടെത്തുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ പോലീസിനെ കടക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യാർത്ഥം തന്നെയാണ് കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് കോടതിയോട് പോലീസ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി കോടതി 2 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ച് നൽകിയത്. ഇന്നും നാളെയുമാണ് കോടതി ഈ പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ പറയുന്ന 5 പ്രതികളെയും ഈ അല്പസമയത്തിനകം തന്നെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി. ഈ സംഭവം നടന്നത് നമുക്ക് പ്രധാന കവാടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ വെച്ചാണ് ഈ പറയുന്ന കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഉണ്ടായത്. ആ ഭാഗത്ത് എത്തിച്ച് അവരെ തെളിവെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ്, കണ്ണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് ഇവരുള്ളത്. ഇവിടെ നിന്നും പറയുന്ന കരിങ്കൊടി പ്രതിഷേധം നടന്ന ഭാഗത്ത് ഇവർ ഏത് വഴിയിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടന്നത്, ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളെ ഈ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് നടക്കുക. ഇപ്പോൾ ഈ കോടതിയിൽ നിന്നും അവരെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ആശുപത്രിയിൽ ഹാജരാക്കി അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിനൊക്കെ ശേഷമായിരിക്കും ഈ 5 KSU പ്രവർത്തകരുമായിട്ടാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.